ഹായ് പ്ലസ് വൺ മക്കളെ, നിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഡേറ്റ് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതായത് എന്തായാലും SSLC പബ്ലിക് എക്സാമിൻ്റെയും പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെയും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുള്ളൂ. ആ ഡേറ്റ് ഏകദേശം മെയ് ലാസ്റ്റ് ആവാനാണ് ചാൻസ്. അതായത് ഒരു മെയ് 25-ന് ശേഷമൊക്കെയാണ് പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരാനൊരു ചാൻസ് ഉള്ളത്. അതായത് അതിൻ്റെ വാല്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ SSLC പബ്ലിക് എക്സാമും പ്ലസ് ടു പബ്ലിക് എക്സാമും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുള്ളൂ. മെയ് ലാസ്റ്റിലേക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ അയ്യോ ടെൻഷൻ ആവുന്നു, പേടിക്കുന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എഴുതിയത് ഏറ്റവും സിമ്പിൾ എക്സാം ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എഴുതിയതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് എത്ര തന്നെ ആയാലും അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പരമാവധി ഉഷാറാക്കി നിങ്ങൾ എക്സാം എഴുതിയല്ലോ. ബാക്കി നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പ്ലസ് വൺ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ കൂടി പ്ലസ് വൺ പോട്ടെ, നമുക്ക് പ്ലസ് ടു എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാം. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പ്ലസ് വൺ വരുത്തിയ മിസ്റ്റേക്കുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പ്ലസ് ടു പഠിച്ച് സെറ്റാക്കി എക്സാം ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു റീല് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യുക. പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് മെയ് ലാസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മികച്ച റിസൾട്ടിന് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.